നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പഴമയുടെ ഭംഗിയും പുതുമയുടെ ഊർജവും ഒന്നായി ലഭിക്കുന്ന ഒരു അത്ഭുത സ്ഥലത്തേക്കാണ് നാം ഇന്ന് പോകുന്നത്. ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസിക്ക് മുകളിലായി ഉയർന്നു നിൽക്കുന്ന പ്രശസ്തമായ കുന്നാണ് മറ്റാസ്മിന്ത മല. ആ ജോർജിയൻ വാക്കിൻ്റെ അർത്ഥം വിശുദ്ധ പർവ്വതം എന്നാണ്. ടിബിലിസിയുടെ പ്രതീകങ്ങളിലൊന്നായി ഈ മല കണക്കാക്കപ്പെടുന്നു. ഈ മലയ്ക്ക് ഈ പേര് ലഭിച്ചത് ഇവിടെ ജീവിച്ചിരുന്ന വിശുദ്ധരായ സന്യാസിമാരുടെയും ക്രൈസ്തവ പാരമ്പര്യങ്ങളുമായും ബന്ധപ്പെട്ടാണ്. മലയുടെ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന മറ്റാസ്മിന്ത പാന്തിയോൺ ജോർജിയയിലെ പ്രമുഖ കവികൾ, എഴുത്തുകാർ, ശാസ്ത്രജ്ഞർ, ദേശീയ നേതാക്കൾ എന്നിവരുടെ ശവകുടീരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്മാരക സമുച്ചയമാണ്. മറ്റാസ്മിന്ത മലയുടെ ഏറ്റവും വലിയ ആകർഷണം അവിടെ നിന്ന് ലഭിക്കുന്ന വിശാലമായ കാഴ്ചയാണ്. ടിബിലിസി നഗരം, ഖുറാ നദി, നരികാല കോട്ട, ആധുനിക കെട്ടിടങ്ങൾ എന്നിവയെല്ലാം ഒരേ സ്ഥലത്ത് നിന്ന് കാണാം. പ്രത്യേകിച്ച് രാത്രിയിൽ നഗര വെളിച്ചത്തിൽ കാണാൻ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. 1905 പ്രവർത്തനം ആരംഭിച്ച ടിബിലിസി ഫർണിക്കുലർ റെയിൽവേ മലയിലേക്ക് പ്രധാന യാത്രാ മാർഗമാണ്. കുത്തനെയുള്ള ചരിവിലൂടെ സഞ്ചരിക്കുന്ന ഈ റെയിൽവേ ടിബിലിസിയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നാണ്. മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റാസ്മിന്ത പാർക്ക് കുടുംബസമേതം സന്ദർശിക്കാവുന്ന വലിയ വിനോദ പാർക്ക് ആണ്. ഇവിടെ അമ്യൂസ്മെന്റ് റൈഡുകൾ, ഫെറീസ് വീൽ, കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങൾ, ഭക്ഷണശാലകൾ, നിരീക്ഷണ കേന്ദ്രം എന്നിവയുമുണ്ട്. ഈ മലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ടിബിലിസിയുടെ ഏറ്റവും പ്രശസ്തമായ കുന്നാണിത്. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്ന ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യമുണ്ട്. പാന്തിയോൺ സ്മാരക സമുച്ചയം ഉണ്ട്. ഫർണിക്കുലർ റെയിൽവേ പ്രവർത്തിക്കുന്നു. കൂടാതെ നഗരത്തിൻ്റെ പനോരമിക് കാഴ്ച ലഭിക്കുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെ ടിബിലിസിയുടെ സൗന്ദര്യവും ചരിത്രവും ഒരുമിച്ച് അനുഭവിക്കാവുന്ന സ്ഥലമാണ് ഈ മറ്റാസ്മിന്ത മല. മറ്റാസ്മിന്ത മലയെ വിശുദ്ധർ പർവ്വതം എന്ന് വിളിക്കുന്നതിന് പ്രധാന കാരണം അതിൻ്റെ ക്രൈസ്തവ ആത്മീയ ചരിത്രമാണ്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ദാവീദ് ഗരേജ എന്ന സന്യാസി ഈ മലയുടെ ചരിവിൽ വന്ന് തപസ് അനുഷ്ഠിക്കുകയും പ്രാർത്ഥനാ ജീവിതം നയിക്കുകയും ചെയ്തതായി പാരമ്പര്യം പറയുന്നു. അദ്ദേഹം അസീറിയയിൽ നിന്ന് ജോർജിയയിലേക്ക് വന്ന 13 അസീറിയൻ പിതാക്കന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതവും മലയിൽ രൂപപ്പെട്ട ആത്മീയ കേന്ദ്രവും കാരണം ഈ പ്രദേശം ജനങ്ങളുടെ ആദരവ് നേടി. മലയുടെ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന മാമ ദാവീദ് ദേവാലയം വിശുദ്ധനുമായി ബന്ധപ്പെട്ടതാണ്. നൂറ്റാണ്ടുകളായി വിശ്വാസികൾ ഈ സ്ഥലം തീർത്ഥാടന കേന്ദ്രമായി കണക്കാക്കി വരുന്നു. ഇതിനു പുറമെ ജോർജിയയുടെ പ്രമുഖ വ്യക്തികളുടെ ശവകുടീരങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റാസ്മിന്ത പാന്തിയോൺ ഇവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ ദേശീയ സാംസ്കാരിക പ്രാധാന്യവും മലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ആ മല വിശുദ്ധ പർവ്വതമായത് അവിടെ ജീവിച്ചിരുന്ന വിശുദ്ധരുടെ ഓർമ്മയും പ്രാർത്ഥനാ പാരമ്പര്യവും ആത്മീയ പാരമ്പര്യവും കൊണ്ടാണ്. ജോർജിയ ഓർത്തഡോക്സ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഇത് ഏറെ ആദരിക്കപ്പെടുന്ന സ്ഥലമാണ്. മറ്റാസ്മിന്ത മലയിൽ സ്ഥിതി ചെയ്യുന്ന മാമ ദേവാലയം ഇത് ദാവീദിൻ്റെ ഓർമ്മ നിലനിർത്തുന്നു. അതിനാലാണ് ഈ മല വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത്. പിതാക്കന്മാർ സ്ഥാപിച്ച ആശ്രമങ്ങളും ദേവാലയങ്ങളും ഇന്നും ജോർജിയൻ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളാണ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന ഭൂമിശാസ്ത്ര സാംസ്കാരിക പ്രദേശമാണ് കോക്കസസ് മേഖല. കരിങ്കടലിനും കാസ്പിയൻ കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ജോർജിയ, അർമേനിയ, അസർബൈജാൻ എന്നീ രാജ്യങ്ങൾ കോക്കസസ് മേഖലയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. ഇത് കൂടാതെ റഷ്യയുടെ തെക്കൻ ഭാഗത്തുള്ള ചെച്നിയ, ദഗസ്താൻ, നോർത്ത് റേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളും കോക്കസസ് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമവിശേഷതയാണ് കോക്കസസ് പർവ്വതനിര. യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായി കണക്കാക്കപ്പെടുന്ന 5642 മീറ്റർ ഉയരമുള്ള മൗണ്ട് എൽബ്രസ് സ്ഥിതി ചെയ്യുന്നു ഇവിടെയാണ്. ഉയർന്ന മഞ്ഞുമലകളും ആഴമുള്ള താഴ്വരകളും ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. കോക്കസസ് പ്രദേശത്തെ പല പ്രധാന ഭാഷകളുടെ മല എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇവിടെ ഡസൻ കണക്കിന്
ഭാഷകളും നിരവധി ജനവിഭാഗങ്ങളും ജീവിക്കുന്നു. ജോർജിയൻ പ്രധാനമായി ക്രൈസ്തവരാണ്. അർമേനിയ ലോകത്തിലെ ആദ്യ ക്രൈസ്തവ രാഷ്ട്രമാണ്. എന്നാൽ അസർബൈജാനിൽ മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലാണ്. യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതകളുടെ സംഗമ കേന്ദ്രമായ ഇതിനാൽ കോക്കസസ് മേഖല നൂറ്റാണ്ടുകളായി വിവിധ രാജ്യങ്ങളുടെ സ്വാധീനത്തിന് വിധേയമായിരുന്നു. കരിങ്കടലിനും കാസ്പിയൻ കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന പർവ്വതങ്ങളും സമ്പന്നമായ സംസ്കാരവും ചരിത്രവുമുള്ള പ്രദേശമാണ് കോക്കസസ് മേഖല. ജോർജിയ, അൽമേനിയ, അസർബൈജാൻ എന്നീ രാജ്യങ്ങൾ ഇതിൻ്റെ ഹൃദയഭാഗമാണ്. ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസി യൂറോപ്പിനും ഏഷ്യയ്ക്കും സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചരിത്ര നഗരമാണ്. പുരാതന ദേവാലയങ്ങൾ, കോട്ടകൾ, ചൂടുവെള്ള ഉറവകൾ, കല്ലുകൊണ്ടുള്ള പഴയ തെരുവുകൾ എന്നിവയാൽ സമ്പന്നമായ നഗരം ജോർജിയയുടെ സാംസ്കാരിക ഹൃദയമായി കണക്കാക്കപ്പെടുന്നു. മറ്റ്ക്വാരി അല്ലെ ഖുറാ നദിയുടെ തീരത്താണ് ടിബിലിസി സ്ഥിതി ചെയ്യുന്നത്. ടിബിലിസി നഗരത്തെ മേൽത്തോട്ടം വഹിക്കുന്ന ഏറ്റവും പ്രശസ്തമായ കുന്നാണ് മറ്റാസ്മിന്ത പർവ്വതം. നഗരത്തിന് ചുറ്റുമുള്ള മലനിരകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. മറ്റാസ്മിന്ത പാന്തിയോണും ഈ മലയുടെ ചരിവിലാണ്. പർവ്വതത്തിൻ്റെ മുകളിലെത്താൻ ഏറ്റവും പ്രശസ്തമായ മാർഗമാണ് ടിബിലിസി ഫ്യൂണിക്കുലർ റെയിൽവേ. 1905 പ്രവർത്തനം ആരംഭിച്ച ഈ പ്രത്യേക റെയിൽവേ കുത്തനെയുള്ള മലഞ്ചെരിവിലൂടെ യാത്രക്കാരെ മുകളിലേക്ക് എത്തിക്കുന്നു. യാത്രക്കിടെ ടിബിലിസി നഗരത്തിൻ്റെ വിശാലമായ കാഴ്ചകൾ ആസ്വദിക്കുവാനുമാകും. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ഗതാഗത സംവിധാനം ഇന്നും നഗരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഫ്യൂണിക്കുലർ റെയിൽവേ എന്ന് പറയാൻ കാരണം നമുക്ക് നോക്കാം. ഫ്യൂണിക്കുലർ എന്ന പേര് ലാറ്റിൻ ഭാഷയിലെ ഫ്യൂണിക്കുലസ് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ഫ്യൂണിക്കുലസ് എന്നതിന് ചെറിയ കയർ അല്ലെങ്കിൽ കേബിൾ എന്നാണ് അർത്ഥം. ഈ റെയിൽവേ സംവിധാനത്തിൽ കുത്തനെയുള്ള മലഞ്ചെരിവിലൂടെ സഞ്ചരിക്കുന്ന 2 ബോഗികൾ ഒരു ശക്തമായ കേബിളിലൂടെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു ബോഗി മുകളിലേക്ക് കയറുമ്പോൾ മറ്റേത് താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ കേബിളിൻ്റെ സഹായത്തോടെയാണ് മുഴുവൻ സംവിധാനവും പ്രവർത്തിക്കുന്നത്. അതിനാലാണ് ഈ സംവിധാനത്തെ കേബിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റെയിൽവേ എന്ന അർത്ഥത്തിൽ ഫ്യൂണിക്കുലർ റെയിൽവേ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തന രീതി കാണാം. 2 ബോഗികൾ മലയുടെ മുകളിലും താഴെയും തമ്മിൽ സഞ്ചരിക്കുന്നു. അവ ഒരേ കേബിൾ ബന്ധിച്ചിരിക്കുന്നു. മുകളിലെ സ്റ്റേഷനിലുള്ള മോട്ടോർ കേബിൾ വലിക്കുന്നു. ഈ ബോഗി മുകളിലേക്ക് പോകുമ്പോൾ മറ്റേത് താഴേക്ക് വരും. ഇതുവഴി ഊർജ്ജം ലാഭിക്കുകയും കുത്തനെയുള്ള ചരിവുകൾ സുരക്ഷിതമായി സഞ്ചരിക്കുവാനും കഴിയും. ഫ്യൂണിക്കുലർ എന്ന കയറ് അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായ കേബിളിൽ നിന്നാണ് ഉണ്ടായത്. സാധാരണയായി ഇത് വളരെ സുരക്ഷിതമായ ഗതാഗത സംവിധാനമാണ്. അതിലേറെ വർഷങ്ങളായി പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ടിബിലിസി ഫ്യൂണിക്കുലർ റെയിൽവേ കൂടാതെ ഹംഗറി ബുഡാപെസ്റ്റിൽ കാദിൽഹിൽ, സ്വിറ്റ്സർലൻഡിൽ സ്റ്റൂട്ട്, ഹോങ്കോങ്ങിൽ പീക്ക് ട്രാം, പാരീസിൽ മോൺമാർത്ത്, പോർച്ചുഗൽ, ഇറ്റലി, സ്പെയിൻ, ഓസ്ട്രിയ, ചിലി, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരം കാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യം, ചരിത്രത്തിൻ്റെ മഹത്വവും ആത്മീയ പൈതൃകവും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന രാജ്യമാണ് ജോർജിയ. കോക്കസസ് മലനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം സമ്മാനിക്കുന്ന അത് മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. മറ്റൊരു ആകർഷക വിഷയവുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.